പാലക്കാട് ബ്രൂവറിക്കായി ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയത് മന്ത്രിസഭയിൽ ആലോചിക്കാതെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്ന ക്യാബിനറ്റ് നോട്ടിലാണ് ചർച്ച നടന്നിട്ടില്ല എന്ന് വിവരങ്ങളുള്ളത്. വിഷയം മറ്റൊരു വകുപ്പുമായിട്ടും ആലോചിച്ചിട്ടില്ല എന്ന് മന്ത്രി MP രാജേഷ് മന്ത്രിസഭാ നോട്ടിൽ വ്യക്തമാക്കുന്നു. പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി വിവാദം ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണ പ്ലാന്റുകൾ അനുവദിച്ചത് ആരോടും ചർച്ച ചെയ്യാതെ എന്നതിന്റെ തെളിവുകളാണ് പുറത്തായത്. മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പിലാണ് ചർച്ച നടന്നിട്ടില്ല എന്ന തെളിവുകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു വകുപ്പുമായും ആലോചിക്കാതെയാണ് മന്ത്രി MP രാജേഷ് ഒയാസിസ് കമ്പനിയുടെ ബ്രൂവറി പാലക്കാട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്ന് വിവാദ തീരുമാനമെടുത്തു. മറ്റൊരു വകുപ്പുകളും പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞില്ല. മുന്നണിയിലും ചർച്ച ചെയ്തതായി അറിവില്ല. ധനകാര്യം, ജലവിഭവം, വ്യവസായം തുടങ്ങിയ വകുപ്പുകളൊന്നും പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടേയില്ല. കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പനിയെ പറ്റി മന്ത്രിസഭാ നോട്ടിൽ പുകഴ്ത്തിയുള്ള പരാമർശങ്ങളുണ്ട്. 600 കോടി രൂപ മുതൽ മുടക്കിലാണ് പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി വരുന്നത്. 4 ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കും. വർഷത്തിൽ 330 ദിവസം പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് കമ്പനിയുടെ നിർമ്മാണം. കൂടാതെ 2023-24 വർഷത്തെ മദ്യനയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അധിക ഡിസ്റ്റിലറികൾ സ്ഥാപിക്കാനുള്ള അനുമതിയും മന്ത്രിസഭാ നോട്ടിൽ പറയുന്നു. ജനം, തിരുവനന്തപുരം.